പുതിയ ജനറേഷൻ ആയിട്ടുള്ള കുറേ ആർക്കിടെക്ട്സും എഞ്ചിനീയേഴ്സും പഠിച്ചു കഴിഞ്ഞ് നെക്സ്റ്റ് ഡേ തന്നെ ഓഫീസ് കൊടുക്കുന്നത്. അവരാണ് എല്ലാ പ്രശ്നത്തിനും സ്പെക്ക് അറിയില്ല, എന്താണ് കൺസ്ട്രക്ഷൻ, അത് പ്രാക്ടിക്കൽ എക്സ്പീരിയൻസാണ്. അതൊരു എഡ്യൂക്കേഷൻ്റെ ഭാഗമായിട്ട് തന്നെ പഠിക്കണം. 1-2 കൊല്ലം ഒരു എഞ്ചിനീയേഴ്സിൻ്റെ അടുത്തോ ആർക്കിടെക്ട്സിൻ്റെ അടുത്തോ പ്രൊഫഷണൽ ഇത് പഠിച്ച് മനസ്സിലാക്കുക, അതൊരു തൊഴിലിന്റെ ഭാഗമാണെന്ന് മനസ്സിലാക്കുക. മെഡിക്കലും ഒക്കെ നോക്കുകയാണെങ്കിൽ നമ്മൾ ഹൗസ് സർജൻസി നോക്കണം, മാൻഡേറ്ററി. പക്ഷെ എഞ്ചിനീയറിംഗിന് അതില്ല. ചെയ്തില്ല അവർക്ക് ബുദ്ധിമുട്ട്. ഏതെല്ലാം സ്ഥലത്ത് ഏതെല്ലാം മെറ്റീരിയൽ ഉപയോഗിക്കണം, എന്താണ് പിന്നെ ഫൗണ്ടേഷന് കരിങ്കല്ല് വേണോ ചെങ്കല്ല് വേണോ, ഇങ്ങനത്തെ കുറേ കാര്യങ്ങൾ ഈ പുതിയ ജനറേഷൻ ആൾക്കാർക്ക് സ്പെക്ക് അറിയില്ല, എന്താണ് കൺസ്ട്രക്ഷൻ, അത് പ്രാക്ടിക്കൽ എക്സ്പീരിയൻസാണ്. ഇപ്പോൾ കോൺക്രീറ്റ് ബ്ലോക്ക്, സോളിഡ് ബ്ലോക്ക്, ബ്രിക്കിന് എന്തൊക്കെ ക്വാളിറ്റി വേണം, ബ്രിക്കിന് എത്രയാണ് വാട്ടർ അബ്സോർപ്ഷൻ, എങ്ങനെയാണ് അവിടെ കിട്ടുന്ന വെള്ളത്തിൻ്റെ ക്വാളിറ്റി എന്താണ്, മെറ്റൽ എന്താണ്, പിന്നെ പി സാൻഡ് എന്താണ്, എം സാൻഡ് എന്താണ്, ഇത് എത്ര വരും, എങ്ങനെയാണ് അതിൻ്റെ ക്വാളിറ്റി എന്താണ്, ഇതൊക്കെ ഒരു നോർമൽ എൻ്റെ അഭിപ്രായം ഒരു ആർക്കിടെക്ചർ എഞ്ചിനീയർ പ്രാക്ടിക്കലായിട്ട് പഠിച്ചിരിക്കണം. എന്നാലേ അദ്ദേഹത്തിന് ഒരു നല്ലൊരു കൺസൾട്ടൻറ്റ്, ഒരു നല്ലൊരു കൺസൾട്ടൻ്റ് ആയിട്ട് വിജയിക്കാൻ പറ്റും.